ചോട്ടാ മുംബൈ സിനിമ 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2,97,00,000 രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 3,22,00,000 സിനിമയുടെ കളക്ഷൻ. എമ്പുരാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ലാലേട്ടൻ സിനിമ ദൃശ്യം 3 ആണെന്ന് നമുക്കറിയാം. ദൃശ്യം സിനിമയുടെ ഡയറക്ടറായ ജിത്തു ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ജിത്തു ജോസഫ് എന്നൊരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നു. സീൻ 24 ജോർജ് കുട്ടിയുടെ വീടെന്ന് ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ദൃശ്യം 3 സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കിലാണ് ജിത്തു ജോസഫ് ഉള്ളത്. ഇപ്പോൾ വരുന്ന റൂമേഴ്സ് പ്രകാരം സിനിമയുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സെപ്റ്റംബർ മാസത്തിൽ ദൃശ്യം 3 സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിച്ച് മിക്കവാറും അടുത്ത വർഷം തന്നെ ആയിരിക്കാം ദൃശ്യം 3 സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗമായാലും രണ്ടാം ഭാഗമായാലും മികച്ച സ്ക്രിപ്റ്റുകൾ തന്നെയായിരുന്നു. ദൃശ്യം 3 സിനിമയുടെ സ്ക്രിപ്റ്റും മികച്ച ഒരു സ്ക്രിപ്റ്റ് തന്നെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ മോഹൻലാൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.